എനിക്ക് ആമ്പിളർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് ചാച്ചൻ ഓൾറെഡി എന്നെക്കാളും 6 വയസ്സ് മൂത്തതാ. പിന്നെ ചാച്ചന് അറിയാത്തവരോട് വരെ പറയും 24 വയസ്സുണ്ട് കേട്ടോ, അത് എനിക്ക് 28 വയസ്സേ ഉള്ളൂ. The biggest lie presented in the family about your partner. ചാച്ചൻ കള്ളു പിടിക്കത്തില്ലെന്ന്. പപ്പ ചോദിച്ചു എങ്ങനെയാടി രണ്ടെണ്ണം? ഞാൻ പറഞ്ഞില്ല പപ്പ അടിക്കത്തൊന്നുമില്ല, ഓർത്തഡോക്സ് ഫാമിലി. രണ്ടാമത്തെ ദിവസം പപ്പയെ കാണുമ്പോ വലിയ കുപ്പിയായിട്ടാ ചെല്ലുന്നത്. Secret celebrity crush of Sara. ജോറായിരിക്കണം കുണ്ടാന്റെ പരിപാടി. ചാച്ചൊരു സണ്ണിലിയനാണ് ഇവിടെ. നേരത്തെ ആയിരുന്നു, ഇപ്പൊ അല്ലാണ്. നേരത്തെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു. എന്ത് ക്വാളിറ്റീസിലേക്ക് ആൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ? മുണ്ടം പിണ്ടിയും വെട്ടി കൊലയും തൂക്കി നേരെ പോയത് വേണ്ട പിന്നെ ഇങ്ങോട്ടത്തേക്കാ. ചരിഞ്ഞതൊരു 3 ലക്ഷം രൂപയുടെ ചരിവ് അങ്ങ് ചരിഞ്ഞത് കണ്ടോ. കണ്ടു, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കണ്ടു. എന്താ രാവിലെ ഒരു പൊറോട്ട വാങ്ങിക്കാൻ പോയതാ. ഞാൻ പോവല്ലടാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ നീ വടി എവിടെ നിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുടിയൊക്കെ ചീക്കൊണ്ട് പോയി. വണ്ടി ഇടിച്ചതാണോ? വണ്ടി പൂച്ച ചാടിയതാ. വന്നപ്പോ ചീത്ത കേട്ടോ സാറേടെ വഴക്കാണോ ആദ്യം കേട്ടത്? അതോ ആ സമയം? ആദ്യമേ ഞാൻ ചെന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും തലയ്ക്ക് അല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി മേളിലോട്ട് പ്രശ്നമൊന്നുമില്ല, കാലെല്ലാം ഓടി വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇപ്പൊ ഞാൻ വിചാരിച്ചാന്ന് ഇത് വേദന അനുഭവിക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് പോയത്. അങ്ങനെ ഞാൻ എന്നോട് ഇത് തന്നെ പറഞ്ഞു. പക്ഷെ അവിടുത്തെ അറ്റൻഡർ പറഞ്ഞു അവിടെ ഇരുന്ന് മുടിഞ്ഞ കരച്ചിലായിരുന്നു. എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങനെ തന്നെ വേണോന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ പുറകിൽ നല്ല കരച്ചില. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ ഈ സാറ് പറഞ്ഞില്ലേ കുറച്ച് ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയോ പെട്ടെന്ന്? ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഈ ആക്സിഡന്റ് കഴിഞ്ഞ പിന്നാണ് അതൊന്നും മനസ്സിലായത്. കാരണം ആ ടൈം വരെ ഫ്രണ്ട്സ് എല്ലാത്തിനും കാണും, എല്ലാത്തിനും കൂടെ കാണും എന്നുള്ളൊരു ഇതായിരുന്നു. ആക്സിഡന്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ആരൊക്കെ കൂടെ കാണും, ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഞാൻ വിചാരിക്കാത്ത ആൾക്കാരാണ് എന്റെ അടുത്ത് വന്നത്. അതിലൊരാളല്ലോ ചോദിക്കാൻ അതിലൊരാളോ? എനിക്ക് ചാച്ചന്റെ ഫ്രണ്ട്സിൽ കയ്യിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് ഭയങ്കര എനിക്ക് കംഫർട്ടായ ആമ്പിള്ളേരുടെ അടുത്ത് മാത്രമേ ഞാൻ എന്റെ ഒരു ഫാമിലി പോലെ കാണത്തുള്ളൂ കേട്ടോ. ലോലൻ വിളിക്കുന്നേ ഉള്ളു. ആള് ഇവിടെ എറണാകുളത്ത് തന്നെ ബിസിനസ്സാ. ശരിക്കുള്ള പേര് ഡാനി. ഡാനി ഇവിടെ ഇരിപ്പുണ്ട്. അല്ല സത്യം പറഞ്ഞ ഇപ്പൊ ലോലൻ എന്നുള്ള പേര് ഇവളാ. പക്ഷെ ഇവളായിട്ട് അല്ലെങ്കിൽ അവൻ, കാരണം അവന്റെ അത്ര എല്ലാം ചെയ്യുന്നത് ഇത്രയും ബോഡിയുള്ള ആൾക്കാരെ ഒന്ന് ക്യാമറ തിരിച്ച് കണ്ടു ലോലെന്ന് വിളിക്കുന്ന ആള് ലുക്കും ഇത് കാണുമ്പോ ശരിക്കും ലോലൻ എന്നുള്ള പേര് എനിക്കാണ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അവന് ഇവിടെ ബിസിനസ്സാ, ഇവിടെ കാക്കനാട് ഒരു ബിസിനസ് മാൻ ആണ് ഈ ലോലനൊക്കെ വിളിച്ചിരിക്കുന്നത്. ഓണസ്റ്റ്ലി ചാച്ചന്റെ കുറച്ച് നല്ല ഫ്രണ്ട്സിൽ ഞാൻ എല്ലാവരും മോശമാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഓരോരോ സാഹചര്യം കൊണ്ടായിരിക്കും. പക്ഷെ എന്റെ സാഹചര്യം ഇപ്പം ചാച്ചനും ഞാനും തമ്മിലുള്ള ജീവിതമാണല്ലോ. അതില് ചാച്ചന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സിൽ ഒരാളാണ്. ഇതുപോലെ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ചുപേരൊക്കെ വെളിയിലാണ്, കുറച്ചുപേര് ഇവിടെ നാട്ടിലും ഉണ്ട്. 3-4 പേര്. എല്ലാവരും പേര് ഞാൻ എല്ലാവർക്കും പ്രൈവസി വേണോ? പ്രൈവസി ഇരിക്കട്ടെ. അത് ഈ 22 വയസ്സുള്ള ഇത്രയും മെച്ചൂരിറ്റി, ഇത്രയും ചിന്തിക്കാനുള്ള ഇപ്പൊ കുടുംബമേ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് ഈ പൊട്ടി കൊച്ചിന് ഒന്നും അറിയില്ലായിരിക്കും വിചാരിച്ചല്ലേ ജീവിതത്തിലേക്ക്. അതിനും കാരണം പപ്പ തന്നെയാ. പപ്പയില്ലേ രാവിലെ എണ്ണീറ്റാല് ആദ്യം വരുന്നത് എന്റെ അടുത്തായിരുന്നു. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോ അവരെ രണ്ടുപേരെ അങ്ങനെ പപ്പ കൂടുതൽ എല്ലായിടത്തും അവര് പോവത്തുമില്ല. എന്റെ ചേച്ചിയാണെങ്കിൽ ഭയങ്കര മടിച്ച് അവക്കും എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ഇങ്ങനെ പഠിക്കണം, അങ്ങനെയാ. അനിയനാണെങ്കിൽ ഭയങ്കര പഞ്ചപാവം. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യാ? ചേച്ചി നേഴ്സ്, അവള് ജർമ്മനി പോ നിൽക്കും. അനിയന് ഇപ്പൊ ITI പഠിച്ചിട്ട് നിൽക്കുക. അപ്പൊ ചേച്ചിയുടെ കോളേജിൽ ഇപ്പൊ എല്ലാരും ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ട് തന്നായിരുന്നു, ഇതുപോലെ സാറ ചേച്ചി അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞു. ചേച്ചി ഭയങ്കര ഇപ്പൊ എന്റെ ഭയങ്കര പണ്ട് ഇങ്ങനെ എന്നെ കാണുമ്പോഴത്തേക്ക് മാറി അങ്ങനെയായിരുന്നു. ശരിക്കും എനിക്ക് ഇവക്ക് തമ്മിൽ സിമിലാരിറ്റീസ് ഇല്ലേ. അവള് കുറച്ച് ചബ്ബിയാ, പക്ഷെ എന്നെക്കാളും ഭയങ്കര ക്യൂട്ടാ. അതാണ് ഹൈലൈറ്റ്. എനിക്കും ഡൗട്ട് വന്നത് സിസ്റ്റർ ആണോ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ സ്കൂളിന്റെ ഇവിടെ ചാരി ഇങ്ങനെ പല്ലിലൊക്കെ കുത്തി ടീച്ചർ പിടിച്ചിട്ടിരിക്കുമായിരിക്കും. അപ്പൊ ഇവള് ടീച്ചറിന്റെ ബുക്കൊക്കെ എടുക്കാൻ സ്റ്റാഫ് റൂമിലോട്ട് പോയിരിക്കും. അപ്പൊ എന്നെ കാണുമ്പോ ഇങ്ങനെ നീ ഏതാടി എന്നൊക്കെ ഉള്ള രീതിയിൽ, ഇവിടെ എനിക്ക് അറിയത്തില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ. എന്തെങ്കിലും പഠിക്കണം പഠിച്ചുകൊണ്ട് ഇപ്പൊ പഠിപ്പിക്കുക. ജർമ്മൻ പഠിച്ചിട്ട് ഇപ്പൊ പഠിപ്പിക്കുക ജർമ്മന്. അപ്പൊ
മെച്ചൂരിറ്റി വന്നത് പപ്പ ഇങ്ങനെ കൊണ്ടുപോയ പപ്പ എവിടെ പോയാലും എന്നെ കൊണ്ട് പപ്പ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോ അവിടെ കൊണ്ടുപോകും. അപ്പൊ എന്റെ പപ്പയ്ക്ക് ഓർഡർ ഒക്കെ കിട്ടുമ്പം ഇപ്പൊ വലിയ ഓർഡർ ആയിരിക്കും. അപ്പൊ അമ്മ പറയും, കുഞ്ഞിലെ ആയിരുന്ന സമയത്ത് പറയും, ഈ നടുക്കത്തോളം ഇവിടുന്ന് കൊണ്ടുപോകും, എനിക്ക് സഹിക്കാൻ പറ്റില്ല, മറ്റേ രണ്ടെണ്ണത്തെ ഞാൻ എങ്ങനെങ്കിലും ഹാൻഡിൽ ചെയ്യും, ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയും. അപ്പൊ പപ്പ ഇടയ്ക്ക് വന്നിട്ട് പപ്പയ്ക്ക് ഒരു ചേതക്കിന്റെ ബൈക്കുണ്ട്, അതിലെടുത്തോണ്ട് പോകും. എന്നിട്ട് പപ്പ പൈനാപ്പിൾ ഒക്കെ ഇങ്ങനെ അരിയുമ്പോൾ ഓരോ കഷ്ണം എനിക്ക് ഇങ്ങനെ വായിക്കത്തോട്ട് വെച്ചു തരും. ക്രിസ്മസ് ഒക്കെ ഇടുമ്പോ അതിന്റെ ഒക്കെ ഒരു കൈ കൊണ്ട് അവിടെ കഴിച്ചോണ്ട് ഞാൻ അങ്ങനെ ഇരിക്കും. എന്നെ എടുത്ത് അവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പപ്പ ഇങ്ങനെ എന്നെ കണ്ട് ഇങ്ങനെ അങ്ങനെ ഇടയ്ക്കത്തെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനാണ് മൂത്തത്, എനിക്കിപ്പോ സത്യത്തിൽ ചാക്ക ഇളയത് സാറ ഇവളങ്ങ് അമ്മയാകും. ഫുഡൊക്കെ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈ കഴുകാൻ പറഞ്ഞു, ആ കൈ കഴിപ്പിക്കുന്നു. ഞാൻ വിടു 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 വിടു. അത് അങ്ങനത്തെ എനിക്കില്ലേ ഭയങ്കര സ്നേഹമാ. സീരിയസ്ലി ചേച്ചി, എനിക്ക് ഈ അഭിഹിതം എന്നൊക്കെ കേൾക്കുമ്പോ ഓ ചേച്ചി സോറി അല്ല കെന്നൊക്കെ എനിക്കില്ലേ ഈ അഭിഹിതം എന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും ഒരേ ടൈമിൽ എങ്ങനെ രണ്ടുപേരെ സ്നേഹിക്കുമ്പോ എനിക്കാണ് ചാച്ചനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ചാച്ചന്റെ അടുത്ത് വേറെ ആരെങ്കിലും വന്നാൽ ഇവരെന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഇവരോട് നോർമൽ ഒരു സ്നേഹം അല്ലാതെ ചാച്ചനോട് തോന്നുന്ന ഫീലിംഗ് എനിക്ക് വേറെ ആരോടും തോന്നത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ചാച്ചന്റെ അടുത്ത് പറയും, ചാച്ച ഞാൻ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടാ കേട്ടോ, എന്നെ വിട്ട് കളയല്ലേ, അങ്ങനെയൊക്കെ ഞാൻ പറയും. പേടിക്കണ്ട, അഭിഹിതത്തിന് പോലും ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഭർത്താവിന്റെ എവിടെ പോവാനാ കേക്ക് കൊണ്ട് പോലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അല്ല ചാച്ചൻ പോകത്തില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എക്സുകളുടെ രാജാവായിരുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ പിന്നെ ചാച്ചൻ ഭയങ്കര എന്ന് വെച്ചാൽ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ എന്നെ ഇങ്ങനെ കൊണ്ടുവരും, മോനെ എന്നെ കുഞ്ഞെന്നാ വിളിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്നാ ഞാൻ പറയണ്ടേ. ആ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും മെസ്സേജുകളൊക്കെ ചാച്ചനും വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. ഇവൾക്ക് അയച്ചിട്ട് കിട്ടാത്തതൊക്കെ എനിക്ക് അയക്കും. നിങ്ങളുടെ വിവാഹശേഷം അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ഫേമസ് ആയ പിന്നെ പ്രപ്പോസൽ ഒക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ? ചാക്കയ്ക്ക് വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ പ്രപ്പോസൽ ഒന്നും വരാറില്ല. സാറയ്ക്ക് പ്രപ്പോസൽ വരാറുണ്ടോ? ധൈര്യശാലിയുള്ള ചേച്ചി ഞാൻ പറഞ്ഞ ഇത് അഭിഹിതങ്ങളുടെ കാലം അല്ല ചേച്ചി, എന്നെ ആണ് അവിഹിതങ്ങളുടെ കാലം. എനിക്കില്ലേ എന്റെ നിഴൽ ഒഴിച്ചും ചാച്ചനെ ഒഴിച്ചും എനിക്ക് വേറെ ആരെയും എനിക്ക് വിശ്വാസമില്ല. സീരിയസ്ലി നമ്മള് ഈ കാലം മാറി. ഈ കാലം സീരിയസ്ലി ഞാൻ ഈ 20s ജനിക്കണ്ടെന്നുള്ള ഫീൽ എനിക്ക്. കാരണം എന്റെ കൂട്ടുകാരുടെ തന്നെ കുറെ കാര്യങ്ങൾ കേട്ട് ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കും. എന്റെ കൂടെ ഇങ്ങനെ നടന്ന ആൾക്കാർ, അതായത് നമ്മൾ മാന്യന്മാരായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ മറ്റേ അമറക്മറന്നോണിക്കത്തെ പിശാരയുടെ അവസ്ഥയില്ലേ, ഞെട്ടത്തില്ലേ, അതുപോലെ നല്ലവനായ ഉണ്ണി എന്നൊക്കെ. അതല്ലേ നമ്മള് സ്കൂൾ കോളേജിലൊക്കെ ഏറ്റവും നന്നായിട്ട് പേരെടുത്തവര് കുറച്ച് കഴിയുമ്പോ അവരുടെ ലൈഫ് കാണുമ്പോ ഇവരിങ്ങനെ ആയോ, അയ്യോ നമ്മൾ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫിൽ. എന്നാ ഇപ്പൊ സ്കൂളിലും കോളേജിലും കുറച്ച് തെറിച്ച് നടന്നവരൊക്കെ നല്ല ഉയരങ്ങളിൽ എത്തിയിട്ട് അതെ അതെ അത് ശരിയാ അല്ലേ. ആ ഒരു കാറ്റഗറിയിൽ ഇപ്പൊ സാറ ഇരിക്കുന്നു അല്ലേ. ആ സമയത്ത് പുച്ഛിച്ചവരൊക്കെ ഇപ്പൊ വന്നോ, തേടി പിടിച്ച് വന്നോ? അല്ല എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് കുറെ പേർക്കറിയാം. പക്ഷെ ചാച്ചന്റെ കാര്യത്തില് ചാച്ചനെ ഇങ്ങനെയൊന്നും വേഗം ഒരാൾ ഡൈവേർട്ട് ചെയ്തപ്പോ അതിന്റെ പ്രശ്നങ്ങൾ ചാച്ചന്റെ അടുത്ത് ചാച്ചന്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചാച്ചന്റെ ചാച്ച പേടിച്ചിരിക്കും, ഈശ്വരായിട്ട് വീട്ടിലേക്ക് പോണോ. ഇപ്പൊ കൂട്ടുകാരൊക്കെ സീരിയസ്ലി ഞങ്ങളുടെ കല്യാണത്തിന് കൂട്ടുകാരൊക്കെ വന്നേ, ഒറ്റൊരാൾ പോലും ഞങ്ങളുടെ കൂടെ വന്ന് ഫോട്ടോ എടുത്തില്ല. ഞാനുള്ളോണ്ടായിരിക്കും ആയിരിക്കും. അല്ല പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് അറിയാം ഇപ്പൊ സ്വഭാവം. അതുകൊണ്ട് ചിലര് ഈ ഹോസ്പിറ്റലിൽ എന്നോട് പറയും, എടാ അങ്ങോട്ട് വരാഞ്ഞത് അമ്മയും വീട്ടുകാരും അവളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാ വരാഞ്ഞ പേടിച്ചിട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീണ കാരണം അവരാണോ എന്നൊക്കെ. കാരണം എനിക്ക് ബെഡിൽ തന്നെ ആണല്ലോ, ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വേണ്ട എടുത്തോ ചാച്ചൻ. പക്ഷെ എന്റെ അടുത്ത് ഇന്നലെ പറ 10 മിനിറ്റ് കൂടുമ്പോ അവര് സ്നാക്സ് തരും, അങ്ങോട്ട് ചോദിക്കല്ലെന്ന്. ഞാനിത് വണ്ടിക്കകത്ത് വെക്കാൻ പറഞ്ഞു, ഞാൻ പോക്കറ്റിൽ ഇങ്ങനെ എടുത്ത് ഇടുന്നതാ. ഇടയ്ക്ക് വിശക്കുമെന്ന് പറയാണല്ലേ, പെട്ടെന്ന് ഞങ്ങളുടെ വാട്സൺ ബാഗ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങള് സഞ്ചരിക്കുന്ന മറ്റേ പലചരക്കടയാണ്. നമ്മളൊക്കെ എന്താ കോംബോ ലിപ്സ്റ്റിക് അല്ല, അതിനകത്ത് പക്കട പിന്നെ ചക്കവറ്റല് ലിപ്സ്റ്റിക്കും ഉണ്ട് കേട്ടോ. ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട്. ഞാൻ മേക്കപ്പില് ലിപ്സ്റ്റിക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഈ സാറയുടെ റീൽസ് ഒക്കെ കാണുമ്പോ എനിക്ക് ഒട്ടും വിചാരിച്ചില്ല ഇത്രയും. എനിക്ക് തോന്നുന്നു ഇപ്പൊ സാറയോട് സംസാരിക്കുമ്പോ നല്ല
നല്ല കാഴ്ചപ്പാടും ജീവിതത്തിന് ഭയങ്കര സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ചാച്ചന് അല്ലെങ്കിൽ ഒരു എനിക്കൊന്ന് ചാക്കോനേക്കാളും കൂടുതൽ അടിപൊളിയായിട്ട് ജീവിക്കണം, നിങ്ങൾ മുന്നോട്ടേക്ക് പോണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഒരു ലെവലിലാക്കിയത്. അവർക്ക് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണം അത് നേരത്തെ ഇങ്ങനെ മനസ്സിൽ കണ്ടുവെച്ചേക്കുക. ആ ഒരു കാരണം ഇവർക്ക് ഒരു ഡയറി ഉണ്ട്, അപ്പൊ അവൾ അതിനകത്തിലെല്ലാം ഇങ്ങനെ എഴുതി വെക്കും, എന്ത് ഫുള്ള് കാര്യങ്ങൾ എഴുതി വെക്കും. ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ആയിരിക്കണം, ഇത്ര ഫോളോവേഴ്സ് വരണം ഈ സമയം. എനിക്കുണ്ടല്ലോ, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമില് ഈ 2 മാസമായിട്ടാണ് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ്. അതിനു മുന്നേ എനിക്ക് ജേർണൽ ഉണ്ട്, ഡയറി. അപ്പൊ എനിക്ക് കൂടുതലും ആളുകളെയൊക്കെ ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്ത് കാണിക്കാനോ. പണ്ട് ഞങ്ങളുടെ പപ്പ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ പപ്പ ഇങ്ങനെ കണ്ണാപ്പിയായിരുന്നു കേട്ടോ. ആ സമയത്ത് മെയിൻ കണ്ണാപ്പി ഞാനായിരുന്നു. ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കായിരുന്നു. മറ്റേ ഈ സെറ്റപ്പ് ആയിരുന്നു, മറ്റേ കല്ലുമലയുടെ രാജാവായിരുന്നു ഞാൻ. കല്ലുമലക്കാർ കാണണം, മറ്റേ 8 കുറിയൊക്കെ, മറ്റേ പല കളറ് കറക്റ്റ് കണ്ണാപ്പി. അപ്പൊ പപ്പയുണ്ടല്ലോ, പപ്പയ്ക്ക് ഒരു മോട്ടോയുടെ ഫോണുണ്ട്. അപ്പൊ സ്കൂളിൽ പോവാൻ ഇങ്ങനെ എനിക്കൊന്നും ഒത്തിരി മുടിയൊക്കെ ഉണ്ട്. അപ്പൊ പപ്പയെ കൂടുതലും ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അമ്മ ഭയങ്കര ഇൻട്രോവേർട്ടുവാ, അമ്മ ഭയങ്കര ഒരു ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പാ. അപ്പൊ എന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന പപ്പ. അപ്പൊ ഒരു മോട്ടോയുടെ ഫോണുണ്ട്. 8 മണിയാകുമ്പോ ഞാൻ മാത്രമല്ല ലൈൻ ബസ്സിൽ പോകുന്നത്, അവര് 2 സ്കൂൾ ബസ്സിലാണ് വിടുന്നത്. അപ്പൊ ഞാൻ ആദ്യം സ്കൂൾ ബസ്സിലായിരുന്നു. പക്ഷെ സ്കൂൾ ബസ് താമസിക്കാൻ വേണ്ടിട്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോയി വിളിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. അപ്പൊ മാനാന്റി കിടന്നപ്പോ എപ്പോഴും പപ്പായെ വിളിച്ചിട്ട് പറയും, അവർക്ക് പകുതിയായപ്പോ മനസ്സിലായി എന്റെ അടവാണ്. അപ്പൊ പിന്നെ പപ്പ പറഞ്ഞു, എന്നാ പിന്നെ ലൈൻ ബസ് എങ്കിൽ ലൈൻ ബസ് അങ്ങനെയൊന്നും പറഞ്ഞു. അപ്പൊ 8 മണിയാകുമ്പോ വരും. അപ്പൊ ഞാൻ പപ്പയുടെ മോട്ടോ ഫോൺ എടുത്തിട്ട് പുറയിലൊക്കെ പോയിട്ട് ഇങ്ങനെ കല്ലുമലക്കാരി കമ്മല കണ്ണാപ്പിയായിരുന്നു. അത് പിന്നെ പക്ഷെ ഞാനുണ്ടല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് എന്നെ ഇവിടെ കൂട്ടുകാര് കാണിച്ചത് കാണണം എന്റെ മറ്റേ ഫുക്രുവിന്റെ നില്ലേ നില്ലേ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ബസ്സിന്റെ വാക്കിക്കോടും നില്ലേ നില്ലേ. അത് അമ്മമാരി കണ്ണാപ്പിയായിരുന്നു. പിന്നെ നിങ്ങൾ റോഡ് സൈഡിൽ ഇതാ ഞാൻ ആദ്യം കണ്ട വീട് അതാണ് എനിക്കിപ്പോ. അല്ല സീരിയസ്ലി അങ്ങനെ കേട്ടോ, റോഡിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കും, ഇടയ്ക്ക് ഇതാ സംഭവം, ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കി. ശരിക്കും അത് ഞാൻ വേറൊരു സ്വഭാവം കാണിക്കും. അപ്പൊ ചാച്ചൻ എന്നെ എപ്പോഴും വഴക്കും. ഇപ്പൊ ആരെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ ഞങ്ങളുടെ അതിൽ കൂടെ പാസ് ചെയ്യണം, ഞാൻ പറയും പോലീസ് പോലീസ് പോലീസ്. അവര് തിരിക്കും. ഞാൻ പറയേണ്ടി ഒന്ന് അടങ്ങിയിരിക്കും, കാരണം ചുമ്മാ ഇടി മേടിച്ച് കാരണം അവരിങ്ങനെ ഹെൽമെറ്റ് ഇല്ല എന്തെങ്കിലും സീരിയസ് ചെയ്ത് പോവായിരിക്കും. പോലീസുണ്ട് ചുമ്മാ പറയുന്നതാ. ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ അവരെന്നിട്ട് തിരിച്ചു വന്നിട്ടോ താങ്ക്സ് പോലീസ് ഒന്നുമില്ല. ഞങ്ങള് അന്ന് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാണ് ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അവിടെ പോലീസ് ഒരു ചേട്ടൻ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് മോള് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അയ്യോ ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം ചാക്കോയുടെ നാട്ടിൽ വന്നിട്ട് വലതുകാല് വെച്ച് വരുന്നതിന്റെ ഐശ്വര്യൊക്കെ എന്തൊക്കെയാണ്. ഇപ്പം എന്നെക്കാളും കൂടുതൽ ഇവളെ അറിയാം. അവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര കാര്യം, കാരണം എല്ലാവർക്കും അങ്ങോട്ട് കയറി ചാടിക്കയറി മിണ്ടിക്കും. ചിലർ അങ്ങനെ അല്ലല്ലോ, ചിലരിപ്പോ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഒന്നും മടിക്കാം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവൾ അങ്ങോട്ട് കയറി മിണ്ടുക, ഞാൻ കയറുന്നുണ്ട് അവള് കയറും. അതുകൊണ്ട് ആർക്കും എല്ലാ ആൾക്കാർക്കും അറിയാം. എവിടെ നിങ്ങളുടെ 2 വീട്? ഒരാൾ ഞാൻ മല്ലപ്പള്ളിയാ, 2 പേരും പത്തനംതിട്ട. ഞാൻ മല്ലപ്പള്ളിയാ, ചാച്ചൻ ആറാട്ടുപുഴ. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 15 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളു. ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഇത്രയും വർഷമായിട്ട് ഇത് ഇപ്പൊ ഇങ്ങനെ തന്നെ കറക്റ്റ് എറണാകുളത്ത് വെച്ച് തന്നെ എങ്ങനെ വന്നത്? അത് നാട്ടിൽ വെച്ച് കാണാതെ എറണാകുളത്ത് അതെ ചേച്ചി വരാനുള്ളത് വഴി തടത്തില്ലെന്ന് പറയത്തില്ല. സീരിയസ്ലി ഇത് ഞാനല്ലേ പറയണ്ടേ? പിന്നെ ഞാൻ ഒരിക്കലും ലൈഫിൽ വിചാരിച്ചില്ല 22ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്റെ സ്വഭാവത്തിൽ ആരെങ്കിലും എന്നെ കെട്ടുവോ. കല്യാണത്തിലേക്ക് എത്താനുള്ള ഡിസിഷൻ എടുക്കാൻ ശരിക്കുമല്ലേ, ഞങ്ങള് ഈ എല്ലാരും പറയത്തില്ലേ ഒന്ന് പ്രേമിച്ച് കഴിയുമ്പോ മടുക്കും, അല്ലെങ്കിൽ ലിവിങ് താമസിക്കുമ്പോ മടുക്കും. പക്ഷെ ഞങ്ങൾ ലിവിങ് താമസിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര അടുക്കത്തില്ലായിരുന്നു. സീരിയസ്ലി ലിവിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഞങ്ങളുടെ ഇടയിൽ വന്നതാണ് ഞങ്ങൾ അടുത്തത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ചിലര് പറഞ്ഞ ചിലരുടെ ഇതിൽ വർക്ക്ഔട്ട് ആയി അതും ശരിയായിരിക്കും. ഇപ്പൊ ഇത് വർക്ക്ഔട്ട് ആവാത്തവരുണ്ടായിരിക്കും. ഞങ്ങളുടെ ഇതില് ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയി. അത് ഞങ്ങൾ ആ രജിസ്റ്റർ അങ്ങനെ വലിയ ഫാമിലിയെ മാത്രം വിളിച്ച് അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ എന്റെ അപ്പന് പള്ളി വെച്ച് തന്നെ നടത്തണം എന്നുള്ളൊരു. പിന്നെ ചാച്ചന് 29 വയസ്സായി കേട്ടോ. 1997 ഇവരെല്ലാരോടും ഇത് പറയും. അപ്പൊ ഞാൻ പക്ഷെ ആരും വിശ്വസിക്കത്തില്ല എനിക്ക് 28 വയസ്സുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് അപ്പൊ തന്നെ ചാച്ചനെ കെട്ടണോന്നായി. കാരണം എന്നെ ഇത്രയും മനസ്സിലാക്കി. ചാച്ചൻ ഭയങ്കര പാവമാണ്. അപ്പൊ എന്നെ ഇത്രയും ഞാൻ പണ്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഏതവനായിരിക്കും കെട്ടാൻ പോകുന്നത്. ഒരു ദിവസം പപ്പയ്ക്ക് വേഗം വയ്യാതായേ. അപ്പം
ഞാൻ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ എനിക്ക് പപ്പയ്ക്ക് എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുമല്ലോ. അപ്പൊ ഞാൻ പപ്പായെ വണ്ടി വെച്ചോണ്ട് ആശുപത്രിയിൽ പോയി പപ്പയ്ക്ക് ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ പപ്പ ഇങ്ങനെ, എനിക്ക് 3 മക്കള്, നിന്റെ കാര്യത്തിൽ മാത്രമുള്ള മോനെ ടെൻഷൻ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പപ്പ? അല്ല, നിന്നെ ഏതോ അടി സഹിക്കുന്നത്, സോണായി എനിക്ക് എവിടെയെങ്കിലും വിടാം, അവനെ എനിക്ക് എവിടെയെങ്കിലും വിടാം, നിന്നെ ഞാൻ എവിടെയാ വിടുന്നത്? 3 മക്കൾ ആദ്യം കിട്ടിയത് സാറല്ലേ? ചേച്ചി കിട്ടിയിട്ടില്ല, 25 വയസ്സാ. പക്ഷെ അവക്ക് പഠിച്ച് പിന്നെ ജോലിയൊക്കെ ആയി, ഭയങ്കര ഫാമിലി, അവക്ക് എന്നെക്കാൾ കൂടുതൽ എന്റെ ഡിഫറെന്റ് ഒരു അവക്ക് പഠിച്ച് നല്ല ഇതാവണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ രാവിലെ തന്നെ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി ജയിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് എനിക്ക് എഴുതാനുള്ള മാർക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ കൂട്ടി നോക്കും. അതിൽ കൂടുതൽ ഒരു മാർക്ക് പോലും വാങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ തന്നെ എഴുതിയിട്ട് ഞാൻ കമന്നങ്ങ് കടക്കും. പിന്നെ മറ്റേ ക്ലാസ് റൂമിൽ മറ്റേ 1, 2 ഒക്കെ കഴിച്ചുണ്ടല്ലോ ഇങ്ങനെ ആദ്യത്തെ 5 ക്വസ്റ്റ്യന്. അപ്പൊ എല്ലാരെയും കണ്ണ് എന്റെ മുഖത്തായിരിക്കും. കാരണം ഞാൻ ഇത് ആദ്യമേ കണ്ടുപിടിച്ച് ഞാനിങ്ങനെ ഇങ്ങനെ. എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് നകുലനെ, അവൻ വരുന്നതേ എന്നെ കണ്ടിട്ട് ഇത് എഴുതാൻ വേണ്ടിട്ടാ. ഒരു ദിവസം ഞാൻ എന്തോ പൊട്ടത്തരം പറഞ്ഞ 4 എന്നുള്ളത് അവന് പറഞ്ഞു കൊടുത്ത് അവൻ അത് എഴുതി. പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോ അത് 3 ആയിരുന്നു. പിന്നെ ഞാൻ 3 കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ അവൻ 3ാമത്തെ ആൻസർ പോയി 3 എഴുതി വെച്ചു. പിന്നെ ഞാൻ 2ാമത്തെ കാണിച്ചപ്പോ അതും അവൻ പോയി 3ാമത് എഴുതി വെച്ചു. അങ്ങനെ അവന് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ അവൻ തോറ്റു. ഒരാളെ തോപ്പിക്കുകയും ചെയ്തു. അല്ല സാറ്, ഇപ്പത്തെ ഈ പെൺകുട്ടികൾ, എക്സ്പെഷ്യലി പെൺകുട്ടികൾക്കൊക്കെ ലേറ്റ് ആയിട്ട് മാരേജ്, എല്ലാരും ഒന്ന് സമ്പാദിച്ച് സ്വന്തം ഏർണിങ്സ് ഒക്കെ വരുമ്പത്തേനും കുറച്ചിന്റെ ലൈഫ് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് എല്ലാവർക്കും എന്താ കുക്കിംഗ് മടി, അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ കുറച്ച് ഇൻഡിപെൻഡന്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നതാണ് എല്ലാരും. ഇപ്പൊ 28, 29 കഴിഞ്ഞിട്ടാണ് ഗേൾസ് വിവാഹത്തിലേക്ക് കിടക്കുന്നത്. സാർ ഈ ഒരു 22ാം വയസ്സിൽ ചാച്ചൻ ഇത്രയും പാവമായതുകൊണ്ടാണോ അതോ ലൈഫ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ സീരിയസ്ലി പറയാണ്, ഞാൻ ഗേൾസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലപോലെ സ്റ്റേബിൾ ആയിട്ടേ കെട്ടാവുള്ളൂ. ഇപ്പം ചാച്ചനെ പോലെ ഒരാളെ കിട്ടണമെന്നില്ല. എല്ലാ ആമ്പിള്ളേരും, ഞാൻ പറയുന്ന എല്ലാ ആമ്പിള്ളേരും മോശമാണെന്നല്ല, എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ചാച്ചനാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സ്മൂത്ത് ആയിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഇത് ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് ഇത്ര സ്മൂത്ത് ആയിട്ട് പോകത്തില്ല. അപ്പൊ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. ഇപ്പൊ ചിലവരത് ചില ഈ മാന്യന്മാരായിട്ട് ഇരുന്നിട്ട് കെട്ടി കഴിയുമ്പോ സൈക്കോളായിരിക്കും. എനിക്കൊന്ന് സാറേ എല്ലാം മനസ്സിൽ ഒന്നും വെക്കില്ല, എല്ലാം തുറന്നു പറയും. അല്ല അത് അങ്ങനെ, അത് നല്ലതാണ് ചിലടത്ത്. പപ്പ ഇന്നലെ എന്നെ വിളിച്ചിട്ട്, ഇന്നലെ എനിക്ക് ക്ലാസ് തരുമായിരുന്നു. അയ്യോ ഇത് പറയാവോ? പപ്പ ഇന്നലെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാ, എടി നീ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന കൊള്ളാം, ദൈവത്തെ ഓർത്ത് വായി തോന്നുന്നെല്ലാം വരച്ച് പറയല്ല. ആളുകളെല്ലാം കൂടെ നിന്നെ അങ്ങ് മിസൈൽ വിടും. അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പറയത്തില്ല, എന്താണല്ലോ അത് പറയും. പിന്നെ ചിലപ്പോ ആൾക്കാർക്ക് അത് കേട്ടാ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടി, അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയല്ലേ. പക്ഷെ അതൊന്നേരം കേൾക്കും. പക്ഷെ ഒരു മാറ്റവും ഇല്ല. ഞാൻ പറയില്ല, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. ഞാൻ ഭയങ്കര തുള്ളിച്ച. ഇപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയി. കാരണം ഇപ്പോൾ എക്സ്ട്രോവേർട്ട് ആയപ്പോ ഞാൻ ഇൻട്രോവേർട്ട് ആയി പോയോട്ട് എനിക്ക് അതിന് തോന്നുകയാണോ അറിയത്തില്ല. ചാച്ചന് എനിക്ക് തോന്നുന്നു ചാച്ചൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ എല്ലാ കാര്യം പറയത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുമ്പോ ചാച്ചൻ കയറി ഇങ്ങനെ പിടിക്കും. അങ്ങനെയാ. നമ്മളിപ്പോ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവാണ്, 1 മണിക്കൂർ ചാച്ചന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഇറക്കി വിടുന്നത്. അവിടെ അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, അങ്ങനെയാ. ചാച്ചൻ എല്ലാരും ഇങ്ങനെ എന്ത് വിചാരിക്കും. പക്ഷെ എനിക്കുണ്ടല്ലോ, അവരുടെ അടുത്ത് പറയാനുള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്റെ അന്നത്തെ ദിവസം പോയി. പിന്നെ രാത്രി വന്നിട്ട് എനിക്ക് ഡിപ്രഷനാ. പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് വിഷമിക്കൂ, ഞാൻ എന്താ പറയുന്നത്, ഡിപ്രഷൻ. ഒരു പാവം പിടിച്ച കെട്ടിയതെല്ലാം ഉണ്ട്, അതാണ് ഡിപ്രഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഡിപ്രഷൻ, ഇങ്ങനത്തെ കാര്യത്തിലാണ് എല്ലാം വീക്ഷിക്കുന്നുണ്ട്, എല്ലാം എല്ലാം നോക്കുന്നുണ്ട്. ചില സമയത്തൊന്നും നല്ല മെച്ചൂർ നമ്മൾ പോലും വിചാരിക്കാതെ. അമ്പി അന്യനോ ആവുന്നു പപ്പ എപ്പോഴും പറയും. കോള് വിളിക്കുമ്പോ ഇപ്പൊ എപ്പോഴും കാണത്തില്ല ചാച്ചനോട് അല്ലേ, അപ്പൊ വിളിക്കുമ്പോ ഇപ്പൊ നീ അമ്പി മോഡാണോ അത് അന്യ മോഡാണോ പപ്പ എന്റെ അടുത്ത്. അപ്പന്റെ അടുത്താണേലും എന്നെ എന്ന് വെച്ചാൽ അപ്പനോടും വഴക്ക് പറയാം എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ. അപ്പൊ തന്നെ അപ്പൻ എന്തോ കൊച്ചേ എന്ന് ഞാൻ വെക്കുവാ. അപ്പന്റെ ഒരു വിളിയുണ്ട്, എന്തോ കൊച്ചേ. ഇപ്പൊ ചാച്ചന് ഈ പിന്നെ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ അടിക്കുമല്ലോ, ചെറുതായിട്ട് കൂടുമല്ലോ. അപ്പം പപ്പ എന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ചാച്ചനെ പറയും, എന്തോ ചാക്കോ കുടുംബമായിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, ഒന്നുമില്ലെങ്കിൽ ഒരു നല്ലൊരു തങ്കം പോലത്തെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ, എന്തോ വേണമെന്നൊക്കെ പറഞ്ഞ എന്റെ മുന്നിൽ വെച്ചേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ പപ്പ ചാക്കോ എപ്പോഴാ ആ മൈൻഡോ പപ്പ.
അല്ല ഇത്രയും എന്ത് സാറ് ഇപ്പൊ ജെൻസി അല്ലല്ലോ, ജെൻസിയാണോ അത് ആൽഫയോ എന്താ എന്ന് വെച്ചാ അയ്യോ, ഞാൻ update 20s അല്ലേ? ഇല്ല, ഇവളുണ്ടല്ലോ. ഞാൻ 20s ആൽഫയാണോ? 22 ഞാൻ എന്ന് പറയുമ്പോ 20s ഞാനൊരു കാര്യം പറയട്ടെ? കിളവന്മാർക്ക് അല്ല. മനസ്സിലായിട്ടില്ല. ഇവളും അപ്ഡേറ്റ് ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ ഏത് സിനിമ ഓടുന്നെന്ന് ചോദിച്ചാൽ അത് അറിയത്തില്ല. അല്ല ജെൻസികൾ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ഇതായിരിക്കും അതായിരിക്കും. സാറയോട് സംസാരിക്കുമ്പോഴത്തേനും ഹോഹോ നിങ്ങളങ്ങ് പുറകോട്ട് പോയല്ലേ? അതെ ഞാൻ വരെ പുറകോട്ടേക്ക് പോയി. അതെ, കുറച്ചു നേരം ഞാനിങ്ങനെ ഇവള് ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ തന്നെ ഇങ്ങനെ സീരിയസോ? കാരണം നമ്മളിങ്ങനെ കൂടുതൽ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന കാണുന്നില്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് ഈ ഇങ്ങനെ സാറയ്ക്ക് ഫ്രണ്ട്സ് ആയിട്ട് കൂട്ടുകൂടി ഇങ്ങനെ പാർട്ടിയാണ് ഇഷ്ടമല്ലാത്തത്. അത് പാർട്ടിയല്ല, എനിക്കുണ്ടല്ലോ നമ്മളൊരു കുടുംബം ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മളെല്ലാം ലിമിറ്റേഷൻസിനൊക്കെ പോയി വരും. അങ്ങനെ ചാച്ചന്റെ പോളിസി എന്താണെന്നറിയാ? ഒരു പൊറോട്ട വാങ്ങിക്കാന്ന് പറഞ്ഞ് പോകും. പിന്നെ ഞാൻ ചാച്ചനെ രാത്രി 10 മണിക്കായിരിക്കും കാണുന്നത്. പിന്നെ ചാച്ചനെ കാണത്തില്ല. അത് ചാച്ചന്റെ പ്രശ്നമല്ല, കൂടെ ഉള്ളവരെ കൊണ്ടുപോകും. വട ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകും. അല്ല ഈ ചിലവരൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ബോയ്സിന് കുറച്ചൊക്കെ കറങ്ങി എപ്പോഴും നമ്മുടെ തന്നെ മുഖം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ അവർക്കും പോരടിക്കില്ല, അവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ തുള്ളിച്ചാടി നടക്കട്ടെ. അതിന് എന്താണ് സാറയുടെ അതുകൊണ്ട് ഇതേട് 2 ലക്ഷം രൂപ കാലിന് മുടക്കില്ല. 3 ലക്ഷം രൂപ, അത് 2 ലക്ഷം ഈ ഓപ്പറേഷൻ, ബാക്കി ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇവിടെ കഴിപ്പില്ലേ. ആ കഴിപ്പ് കണ്ടായിരുന്നു, സങ്കടപൂത്തുള്ള കഴിപ്പ് ഭയങ്കരം തന്നെയായിരുന്നു. രാശിയായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഒട്ടും എണ്ണിക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും, എന്ത് ഇവള് ചെയ്യുന്നേ. ഓരോരുത്തർ വരുമ്പോ ചോദിക്കും എന്താ കൊണ്ടുവന്നേക്കുന്നേ, എന്താ കൊണ്ടുവന്നേക്കുന്നേ. അപ്പൊ അവര് ഓറഞ്ചാ, ഇവിടെ മൊത്തം ഓറഞ്ചാ. ഈ ആ സമയത്ത് ഓറഞ്ചിന്റെ വില കുറവായിരുന്നു തോന്നുന്നു, എല്ലാവരുടെ കയ്യിലും ഓറഞ്ച്. ഞാൻ പിന്നെ ആൾക്കാരോട് വിളിച്ചു പറയും, കുരുവില്ലാത്ത മുന്തിരിങ്ങ കൊണ്ടുവന്നാ മതി കേട്ടോ വരുവാണേ, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ മന്തിയായി, ബാർബിക്യൂ ആയി, പിന്നെ ബാർബിക്യൂ ആയി, മന്തിയായി. ചാച്ചന്റെ ഒരു കസിൻ ഉണ്ട്, ടിജോ എന്ന് പറയുന്ന ചാച്ചനെ. പുള്ളി എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യും. ഇപ്പൊ പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ പുള്ളി പിന്നെ ബിരിയാണി, മന്തി, ചിക്കിങ്. ചാച്ചന്റെ ഓപ്പറേഷൻ അന്ന് ചിക്കിങ് ആഘോഷമായിരുന്നു ആശുപത്രിയില്. നേഴ്സുമാരൊക്കെ ചോദിച്ചു, ഇതുപോലൊരു ഓപ്പറേഷൻ ആദ്യമായിട്ടാ അവർ. ആക്സിഡന്റ് പറ്റിയ വീഡിയോയിൽ അങ്ങനെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. ഒരു ചക്ക ഇടുന്ന കണ്ടു, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കണ്ടു. എന്താ രാവിലെ ഒരു പൊറോട്ട വാങ്ങിക്കാൻ പോയതാ. ഞാൻ പോവല്ലടാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ നീ വടി എവിടെ നിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുടിയൊക്കെ ചീക്കൊണ്ട് പോയി. പിന്നെ അറിയുന്നതേ മോളെ ഭർത്താവേ ഇവിടെ കാലൊടിഞ്ഞ് കിടപ്പുണ്ടെന്ന് പറയണേ. വണ്ടി ഇടിച്ചതാണോ? വണ്ടി പൂച്ച ചാടിയതാ. വെട്ടിച്ച വണ്ടി കാലയിലോട്ടാ വീണേ. ബൈക്ക് സ്കൂട്ടർ. നിങ്ങളെന്തോ വയനാടും കണ്ട് പോവാനിരിക്കുവായിരുന്നു. സിസ്റ്ററിന്റെ കല്യാണമായിരുന്നു, ആ സമയത്ത് തന്നെ ഇത് പറ്റി. പക്ഷെ സാർ അതിൽ പറഞ്ഞേക്കണെന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു 3 ലക്ഷം രൂപ. കാരണം അവിടെ വന്ന സാറിന് ആശുപത്രിയിൽ ഇതൊക്കെ വരുമ്പോ ഇങ്ങനെ വിഷമിച്ചല്ലേ ഇരിക്കുന്നത്. അവിടെ വന്ന എന്റെ അമ്മ വരെ അവിടെ ഇന്ന് കഥ പറച്ചിലും ഭയങ്കര ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയേക്കോ. ഞാനാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് അറിയത്തില്ല, ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്നും, അനസ്തേഷ്യ എടുക്കുന്ന അതൊക്കെ പറയുന്നത് ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. ഇവരെല്ലാം അവിടെ മറ്റേ എങ്ങോട്ട് ടൂർ വന്നേക്കുന്ന കൂട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെ. വന്നപ്പോ ചീത്ത കേട്ടോ സാറേടെ വഴക്കാണോ ആദ്യം കേട്ടത്? അതും ആ സമയത്ത് അതൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ആദ്യമേ ഞാൻ ചെന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, എന്തെങ്കിലും തലയ്ക്ക് അല്ലെ. അപ്പൊ എനിക്ക് മനസ്സിലായി മേളിലോട്ട് പ്രശ്നമൊന്നുമില്ല, കാലെല്ലാം ഓടി വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു വേദന അനുഭവിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് പോയത് അങ്ങനെ. ഞാൻ എന്നോട് ഇത് തന്നെ പറഞ്ഞു. പക്ഷെ അവിടുത്തെ അറ്റൻഡർ പറഞ്ഞു അവിടെ ഇരുന്ന് മുടിഞ്ഞ കരച്ചിലായിരുന്നു. എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങനെ തന്നെ വേണോന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ പുറകിൽ നല്ല കരച്ചിലായിരുന്നു. അത് സാധാരണ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെയല്ലേ, ഞാനിങ്ങനെ കാണാൻ പറ്റിയില്ല. എനിക്കത് കാണാൻ പറ്റിയില്ല. കരയുന്ന എങ്ങനെ എപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ കരച്ചിലൊന്നും ഇല്ല. എനിക്കുണ്ടല്ലോ രണ്ട് വേഗം കരയാനും പറ്റും, വേഗം ചിരിക്കാനും പറ്റും. ഞാൻ ഒരേ സമയത്ത് അതെന്റെ പപ്പ എപ്പോഴും പറയുവേ. പപ്പ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഞാൻ ആ കാര്യം പറയും, അതിന്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കാര്യം പറയും. അവര് നമ്മൾ തന്നെ ഡൗട്ട് ഇപ്പൊ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാരോടും അങ്ങനാ. ആണാണ്. പപ്പ എപ്പോഴും എന്റെ അടുത്ത് പറയും ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ. ഇങ്ങനെ ഞാനും പപ്പയും കറക്റ്റ് മറ്റേ ഓം ശാന്തി ഓശാനിലെ നസ്രിയുടെ സിനിമയില്ലേ, പപ്പ ഇത് എപ്പോഴും കാണുമ്പോ പറയൂ ഞാൻ എന്റെ കൊച്ചിനെ ഇനി ഒന്ന് വിളിക്കട്ടെ, എനിക്ക് അവളെ ഓർമ്മ വരുന്നു. കറക്റ്റ് അത് ആ മൂടാ പപ്പ. എനിക്ക് പപ്പേനെയും സാറേനെയും ഇപ്പൊ ഓർമ്മ. ഓം ശാന്തി ആ രംഗം, പ്രേമത്തിലെ നിവിൻപോളി അച്ഛൻ കോമ്പിനേഷൻ, വാഴയിലത്തെ അച്ഛന്മാരുടെ പല അച്ഛന്മാരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു അപ്പനാണ്. അപ്പനില്ലേലും അപ്പൻ പപ്പ. ഈ സെയിം സ്കൂളിൽ തന്നെ ഞാനും ചേച്ചിയും പഠിച്ചെന്ന് പറഞ്ഞല്ലോ.
എന്നെ ടീച്ചർമാരൊക്കെ വിളിക്കുമ്പോൾ പപ്പ ഇങ്ങനെ പൊറോട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ, ചേച്ചിയുടെ ടീച്ചർമാര് വിളിക്കുമ്പോൾ നല്ല ഇഞ്ചൊക്കെ ചെയ്ത് കുട്ടപ്പന്മാരൊക്കെ ആയിട്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ ചോദിച്ചു, പപ്പ എന്താ എന്നെ വിളിക്കാൻ വരുമ്പോ ഈ പൊറോട്ടയൊക്കെ? പപ്പ എടി നിന്റെ എന്തോ വലിയ അവാർഡ് കിട്ടിയ ദാനത്തിനൊന്നും അല്ലേ വരുന്നത്, ടീച്ചർമാരായിരിക്കും നീക്കല്ലേ വരുന്നത്. അപ്പൊ ഞാൻ അവളുടെ എനിക്ക് അവളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനാടി, ഫുള്ളി ഒപ്പിടാനാ ഞാൻ പോകുന്നത്, അതിന് ഞാനിങ്ങനെ ഇങ്ങനെ പോകുന്നത്. എന്നാലും രസമാണ് ഒരു ദിവസത്തെ സമയം പോകുന്നത്, ഇങ്ങനെ അങ്ങ് പൊക്കോളും, ഇങ്ങനെ പൊക്കോളും പെട്ടെന്ന്. അതുകൊണ്ട് ബോറടിക്കത്തൊന്നുമില്ല. ഇല്ല. ഇപ്പം നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പം കേൾക്കുന്നതാണ്, കുറച്ച് കഴിയുമ്പോ ബോറടിക്കില്ല ഇങ്ങനെ? അല്ലെങ്കിൽ ചിലവര് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ട്രിപ്പ് പോകുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് എപ്പോഴും എവിടെയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ഗ്യാങ്ങിന് ബോറടിക്കില്ലേടാ, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിനെ വിളിച്ചുകൂടി, അങ്ങനെ എപ്പോഴെങ്കിലും ചാക്കൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. അത് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ വഴി കൂടെ കാണുന്നവരെ ഇങ്ങനെ നമ്മൾ കമന്റ് അടിക്കത്തില്ലേ, അത് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാ. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ചിലപ്പോ നിങ്ങൾക്ക് പറയുമ്പോ അത് ഒരു നെഗ് ഫീൽ വരും. ഞാൻ ചിന്തിക്കുന്ന എപ്പോഴും എങ്ങനെയാണെന്നറിയോ, നമ്മൾ നാളെ മരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നില്ലേ, അപ്പൊ നമുക്ക് കിട്ടുന്ന അത്രയും സമയം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം എൻജോയ് ചെയ്യാം. കാരണം നാളെ എനിക്കറിയുന്ന ആളുകള്, ഞാനിപ്പോ ഓരോ ദിവസം എണ്ണിക്കുമ്പോ ഇന്നയാള് മരിച്ചു എന്ന് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ ആലോചിക്കും, നാളെ നമ്മളും മരിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. നമ്മൾ ആരും എനിക്ക് അല്ല അവരെന്ത് വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നോണ്ടല്ലോ എനിക്ക് ഹാപ്പിനെസ് കിട്ടത്തുമില്ല. ഞാനിങ്ങനെ ഒതുങ്ങിപ്പോയി. എന്റെ അമ്മ അങ്ങനത്തെ ഒരാളാണ്. എന്റെ അമ്മയ്ക്ക് എന്നെ പോലെ ചാടിത്തുള്ളിയൊക്കെ നടക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള, പക്ഷെ അമ്മ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നോണ്ട് അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും അങ്ങനെ ആയി. അമ്മയ്ക്ക് ഇപ്പൊ അസുഖമായി. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, നമ്മളെല്ലാം നാളെ മരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ അത്ര യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, മറ്റൊരാളെ വേദനിപ്പിക്കരുത്. എനിക്ക് അതേ ഉള്ളൂ. ഞാൻ കാരണം വേറൊരാള് വേദനിക്കാൻ പാടില്ല. വേദനിച്ചല്ല കരഞ്ഞല്ലോ വഴക്കൊക്കെ പറയുമ്പോ? ചാച്ചനെ ഞാൻ എനിക്ക് അത്ര ഇഷ്ടമുണ്ട് ചാച്ചനെ. പപ്പ കരഞ്ഞിട്ടുണ്ടല്ലോ, പപ്പ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം ഒരു 5 മിനിറ്റ് കഴിയുമ്പോ തിരിച്ച് ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് ഞാനും കരയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ അത്ര വഴക്കുണ്ടാക്കാൻ പോകും. അല്ലാതെ ഞാൻ ഇന്ന് വരെ ഒരാളുടെ കമന്റ് ബോക്സിൽ പോലും ഞാൻ പോയി ഒരു നെഗറ്റീവ് കമന്റ് ഞാൻ ഇട്ടിട്ടില്ല ഇന്ന് വരെ. ഞാൻ ഒരാളെ എങ്ങനെ വേദനിപ്പിക്കത്തില്ല. ഇപ്പൊ എന്റെ കുറ്റം എന്റെ കുറ്റം പറഞ്ഞ ആൾക്കാർ എന്നെ നേരി കണ്ടിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിക്കും. കാരണം എനിക്ക് ഓർമ്മയില്ലല്ലോ ഇവരിങ്ങനെ പറഞ്ഞെന്നുള്ളത്. ഒരു കാര്യം ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ വഴക്കുണ്ടാക്കി കുറച്ച് കഴിയുമ്പോ അത് ചിന്തിക്കുന്നത് എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചു. ചാച്ച ഓർത്തോണ്ടിരിക്കും, ഞാൻ മറന്നുപോകും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലൂഡോ കളിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ട് ചാച്ചൻ തോറ്റു. അല്ല ഞാൻ തോറ്റു. രാത്രി പോയി ഫുഡ് എന്നിട്ട് ചാച്ചൻ പറഞ്ഞു ബാബുഞ്ഞ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഞാൻ പറഞ്ഞു ഇല്ല ഇനി കഴിക്കുന്നില്ല എന്നും പറഞ്ഞു അടി പിടിച്ച് ഞാൻ ഇങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എനിക്ക് വിശന്ന് ലൈറ്റ് ഒന്നും ഇല്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ആളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ടെസ എന്ന് പറഞ്ഞ ഒരു പട്ടിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ അത് ഇരിക്കുന്നത്. ഞാൻ നോക്കി അവളും ഇല്ല. നേരെ ഇങ്ങനെ അപ്പൊ പിന്നെ എനിക്ക് നിർബന്ധമായി ഇത് കാണിക്കണമെന്ന്. അപ്പൊ ഞാൻ നേരെ ഇന്നിപ്പോ അവിടെ നിന്ന് കഴിക്കുവാ. അമ്മ വെള്ളം ഒഴിച്ചെന്ന് കഞ്ഞിക്കകത്ത്. അത് കാരണം അത് കറക്റ്റ് ആയിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പിന്നെ ASMR വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് അത് കണ്ടുകൊണ്ട് ഇത് കഴിക്കുന്ന പോലെ ആക്ട് ചെയ്യും. ഞാനാണ് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാന്നുള്ള ഇതിലായിരുന്നു. ഇവൾ എന്നെ വിളിക്കാതെ അതുകൊണ്ട് വീഡിയോ എടുത്ത് ഇതുപോലെ ഇനി എപ്പോഴും ചെയ്യാറുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സാറയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന എന്തിലായിരിക്കും? പെട്ടെന്ന് അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല പക്ഷെ വ്യക്തമായ കാരണം കാണും കേട്ടോ. അതുപോലെ എന്തേലും അത് പക്ഷെ കറക്റ്റും ആയിരിക്കും. അന്നേരം പെട്ടെന്ന് ചിലപ്പോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയാം പിന്നെ അങ്ങനൊന്നും ഇല്ല, പിന്നെ എന്റെ കുറച്ച് ഈഗോയും സമ്മതിക്കത്തില്ല. ഞാൻ പറയാം പിന്നെ നീ പറഞ്ഞ മാസത്തില് ഒരു 5 ദിവസം അല്ലേ ഞാൻ ദേഷ്യപ്പെടുത്തുള്ളൂ. ബാക്കി 25 ദിവസം ഞാൻ ഭയങ്കര ഇതായിരിക്കും. ചാച്ചനെന്ന് പറഞ്ഞാൽ മിനിറ്റിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ദേഷ്യം വരും. അതാണ് ഞാൻ മൈൻഡ് ചെയ്തത്. ഭയങ്കര വലിയ ദേഷ്യമല്ല. എന്റെ അടുത്ത് ഇടി എന്തോ അടി ഇങ്ങനെ കളിക്കും നിശ്ചി തരം തുടങ്ങി. ചില സമയത്ത് ചാച്ചൻ എന്നോട് കെഞ്ചി ഇടി ഒരു നിശ്ചി തരം ഒന്നും മിണ്ടായിരിക്കേ മിണ്ടായിരിക്കും ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് ആദ്യം. അതായത് പിന്നെ ദേഷ്യം വരുമ്പോളെ കാരണം എനിക്ക് എന്താ പറയുക ഇപ്പൊ ഈയിടെയായിട്ടാ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ പിന്നെ ചാച്ചന്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കലവില് ചാച്ചൻ ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് എനിക്ക് തരും. ഞങ്ങളുടെ വീടിന്റെ കട്ടിലിനടിയിൽ ഒരു ബക്കറ്റ് ഉണ്ട്. അതിന്റെ അകത്ത് ചക്കുപ്പേരി, പിന്നെ കൊഴലപ്പം, അച്ചപ്പം, ഉണ്ണിയപ്പം, മറ്റേ ഇപ്പൊ പല്ല് ഇതായതുകൊണ്ട് മറ്റേ വെള്ളൂട്ട കടിക്കാൻ പറ്റത്തില്ല. കട്ടിലിന്റെ അടി തന്നെ വെച്ചേക്കുന്നത്. അപ്പൊ സാറ ചാക്കോ ഇപ്പൊ ലാസ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ദാറ്റ്സ് ഒരു ഫുഡ് ചലഞ്ച് ആണ്. നമ്മളൊരു 3 മിനിറ്റ് ടൈം തരും. ഒരു ഫുഡ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവെക്കും. ആ 3 മിനിറ്റിനുള്ളിൽ സാറ അത് കഴിച്ച് തീർത്താ ഞങ്ങൾ ഒരു സമ്മാനം തരും. ഓക്കെ വിശന്നിരിക്കല്ലേ? ഇത്രയും നേരം അങ്ങനെ ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ 2 സെറ്റ് ആണ്. ആ 2 സെറ്റും കംപ്ലീറ്റ് ആക്കണം. അപ്പൊ പോരട്ടെ നമ്മുടെ ഫുഡ്. ഓക്കെ അപ്പൊ സാറ
ബിരിയാണിയാണ്. ബിരിയാണി ഇഷ്ടമാണോ? ആ ഞാനത് കഴിക്കാൻ പോവായിരുന്നു. കഴിച്ചോ 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 കഴിച്ചോ. ഓക്കെ ഓക്കെ. നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കണം. നല്ല വിശപ്പുണ്ട്. 2:30 ഓക്കെ. ആരും കൊതി വിടരുത്. അതെ ഓക്കെ. നല്ല രുചിയുണ്ട്. നല്ല ടേസ്റ്റ്. ആ വെള്ളം കൊടുക്ക്. സാലഡും പിക്കിളൊക്കെ ഉണ്ടെങ്കിൽ സാറൊക്കെ വേണമെങ്കിൽ കൊടുത്തോളൂ. അതെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ കമ്പിയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് തോന്നുന്നേ ഇല്ല. ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. പയ്യെ കുടിച്ചാൽ വെള്ളം എടുത്തോ. വെള്ളം വേണോ? വേണ്ട പിക്കിളും വേണ്ട. വേണ്ട വേണ്ട ഒന്നും വേണ്ട. ഓക്കെ. സാലഡ് ഇളക്കി അങ്ങോട്ട് സാലഡ് ഇട്ട് ഇളക്കണ്ടേ? മണം അടിച്ചിട്ട് എനിക്കും വിശക്കുന്നു. വിശക്കുന്നു. വെള്ളം വേണോ? വെള്ളം വേണോ? വിശന്നിരിക്കുവായിരുന്നു. കുട്ടിയുടെ ആ കയ്പ് കണ്ടില്ലേ പാവം. പയ്യെ കഴിച്ചാ മതി കേട്ടോ. കഴിമാലില്ലേ? ആയില്ലേ? ഇല്ലേ? ഇല്ല കഴി ഉണ്ട്. കഴിച്ചു. അത്രയും ടൈം പോയിട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗായ്സ് അങ്ങനെ സാറേനെ തോപ്പിക്കാൻ ആവില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. 2ാമത്തെ പ്ലേറ്റ് ആണ് ഈ കഴിച്ച് തിന്ന് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സമയം എത്ര മിനിറ്റും കൂടി ഉണ്ട്? 30 സെക്കൻഡും കൂടെ ഉള്ളൂ. സാറാ 30 സെക്കൻഡിനുള്ളിൽ 2 ബിരിയാണിയാണ് സാറ കഴിച്ചിരിക്കുന്നത്. അതെ നല്ല മണം. ഈ ഫ്ലോർ മൊത്തം ബിരിയാണിയുടെ മണമാണ്. കുറച്ച് വെള്ളം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ അങ്ങനെ സാറ കംപ്ലീറ്റ് ആക്കിയിരിക്കാണ്. സാറ പാവം. വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ. സാവകാശം. ഇല്ല കുഴപ്പമില്ല. ജയിച്ചു. അപ്പൊ സാറ ക്യാഷ് പ്രൈസ് ആണ് ഞങ്ങൾ സാറയ്ക്ക് തരാൻ പോകുന്നത്. ഓക്കെ അപ്പൊ അതെന്തായാലും ഞങ്ങൾ തരും. അപ്പൊ 3 മിനിറ്റിനുള്ളിൽ അല്ലേ സാറൊക്കെ ഒരു അടിപൊളി കയ്യടി. ഇനി നാളെ തൊട്ട് പത്തനംതിട്ടയിലെ എല്ലാ കമ്മിറ്റിയിലും അതെ ഫുഡ് മത്സരത്തിന് സാറിനെ വിളിക്കുന്നതായിരിക്കും. 210 ഇഡ്ഡലിയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ കാണാം. അങ്ങനെ ഇല്ലേ ഒരു പുള്ളി? അതെ ഞാൻ രാത്രി പുള്ളിക്ക് ഒരു വെല്ലുവിളിയാകാം നമുക്ക് അല്ലെ. പിന്നെ എന്നെ നല്ല സുന്ദരിയാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സീരിയസ്ലി ഞാൻ നേരിട്ട് കാണുമ്പോ ഇത്ര സുന്ദരിയാന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ക്യാമറയിലെ ഇതായിരിക്കും. അല്ല ഇത് കാണും കട്ടാക്കി കളഞ്ഞത്. ആൾക്ക് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ആൾക്ക് നല്ല വണ്ണവും നീളവും ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ കണ്ടപ്പോ ഇച്ചിരിയേ ഉള്ളൂ. സീരിയസ്ലി ഞാനും കെട്ടിയതാ. നമുക്ക് 2 പേർക്കും താല്പര്യം. നമ്മുടെ സെയിം ആന്ന് തോന്നുന്നു. ആണോ? അല്ല കുരിശാണോ? അത് വേണ്ട. കുരിശുണ്ട് കുരിശുണ്ട് പക്ഷെ കല്ലുള്ള കുരിശാണ്. ഡയമണ്ടാ. ഇത് ഡയമണ്ട് അല്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ചത് ഡയമണ്ടാന്ന് ഞാൻ പറയാൻ പറ്റുന്നത് കണ്ടോ? അതാണ്. ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് ചാക്കോ സാറയില് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സാറയില് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി. 2 ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ചാച്ച ഒരു മിനിറ്റ്. ആദ്യം ഇഷ്ടപ്പെടാത്ത പറ, പിന്നെ ഇഷ്ടപ്പെടുമ്പോ പറയുമ്പോ എനിക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് ഡിപ്രഷൻ ഇഷ്ടപ്പെടാത്ത മാറ്റണം. ഇഷ്ടപ്പെടാത്ത ഈ ദേഷ്യം, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം, അത് മാറ്റണം എന്നാണ് ആഗ്രഹം. ഓക്കെ അത് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും? വേറെ എല്ലാം അവിടെ തന്നെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് നമുക്ക് അല്ല അറിയാവുന്നോണ്ട് പിന്നെ അങ്ങനെ തന്നെ വിട്ടേക്കാം. ഓക്കെ പക്ഷെ അങ്കിളുടെ ഫാൻ ആട്ടോ ഞാൻ. അങ്കിളിനെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്നെ നോക്കുന്ന രീതി ഉണ്ടല്ലോ, ഒരു സംഭവം തന്നെ. നോക്കുന്ന ഫുഡൊക്കെ ആണെങ്കിലും കൊണ്ട് നമ്മളെ നിർബന്ധിച്ച് അമ്മമാര് കഴിപ്പിക്കുന്നില്ലേ, അത് വിട്ടൊക്കെ കഴിപ്പിക്കുന്നത്. എങ്കിലല്ലേ അതിന്റെ ബാക്കി എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇവന് ആദ്യമേ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ആദ്യമേ ഇവന് കൊടുക്കും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. അതെനിക്ക് ആദ്യം എല്ലാം കൊണ്ട് തന്നിട്ട് കഴിക്കത്തുള്ളൂ. ഞാനെപ്പോ ചാച്ച മതിയെന്ന് പറയുന്ന കേക്ക് കാരണം ചാച്ച അത്രയും കഴിക്കത്തില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചിട്ട് ചാച്ചന് വേണ്ടി വെക്കണമെങ്കിൽ അത് എത്ര വെക്കണോന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ആണല്ലോ. അപ്പൊ ചാച്ചൻ 2 3 കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ഫുള്ള് കഴിക്കാമല്ലോ. ഞാൻ ചോദിക്കും ചാച്ച ഇത്രയും മതിയോ? ചാച്ചൻ ചിലപ്പോ ഒന്നും മിണ്ടത്തില്ല, കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചാച്ച മതിയോ അങ്ങനെ ഓർമ്മിപ്പിക്കും. കൊണ്ടോട്ടെ എന്നങ്ങ് ഓർത്തോ അല്ലെ. അതുപോലെ തന്നെ ചാക്കോയിലെ ഏറ്റവും
ഇഷ്ടമുള്ള ക്വാളിറ്റിയും എന്നാ ഇതൊന്ന് മാറ്റിയാ കൊള്ളാന്ന് തോന്നുന്ന ഒരു ക്വാളിറ്റി? ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എനിക്ക് ഫ്രീഡം തരുന്നുണ്ട്. എനിക്ക് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ സംസാരിക്കണമെങ്കിൽ പോയി സംസാരിച്ചോട്ട് എടുത്തോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഫ്രീഡം ആരും തരേണ്ടത് ചോദിക്കും, പക്ഷെ അത് ചോദിക്കും. പക്ഷെ നമ്മൾ ഒരാളുമായിട്ട് നമ്മള് ജീവിക്കുമ്പം നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടമില്ലാതെ നമുക്ക് ഒരു കാര്യം ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. ഞാനിപ്പോ എവിടെയെങ്കിലും പോണെങ്കിൽ ചാച്ച ഞാൻ അങ്ങോട്ട് പോവാണ്, അല്ല ചാച്ചൻ വീട്ടിൽ വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ തോന്നിയ പോലെ പോയി അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു ഇതില് ചാച്ചൻ ഓക്കെയാണ്, എന്നെ ഞാനായിട്ട് നിലകൊള്ളാൻ അനുവദിക്കുന്നുണ്ട്. ചാച്ചന് ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഇതിന് മുന്നേ അതല്ലാണ്ട് ഉള്ളത് ചാച്ചൻ അത്ര ബോൾഡ് അല്ല. ബോൾഡ് അല്ല, ആള് ഭയങ്കര സമാധാന പ്രിയനാ. ആൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ കൊടുക്കുന്നത് അത് നല്ല സ്വഭാവമാണ്. പക്ഷെ എനിക്ക് ചാച്ചന്റെ അതൊരു എത്ര, കാരണം ചാച്ചൻ ഭയങ്കരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വേഗം വിഷമിക്കൊക്കെ ചെയ്യും. ആണോ? സില്ലി ഗൈസ്. നമ്മള് നല്ല മനസ്സിന്റെ ഇമോഷണൽ ആവാനും വേദനിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ഇഷ്ടല്ല. ഓക്കെ, അപ്പൊ ഇന്ന് തുടക്കം മുതലേ ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞോണ്ട് ഇവരുടെ ലോലൻ വിശന്ന് ഇവിടെ കുത്തിരിക്കുന്ന ഇവരുടെ ഇതെല്ലാം കേട്ട് എന്തൊക്കെയാണോ ഇവര് വിളിച്ച് പറയുന്നത് ഓർത്തിരിക്കുന്ന ഡാനീനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഡാനീനെ നമുക്ക് കയ്യടികളോട് അല്ലേ ബഹുമാനിക്കണം. ഇരുത്തട്ടെ. അതെ, നടുക്കിലേക്ക് ഇരുന്നോ. ഡാനി ഇരിക്കൂ. എന്താണ് ഡാനിയുടെ കയ്യിലത്തെ ടാറ്റു? ലോലെന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനൊന്ന് കണ്ടോളൂ കേട്ടോ. നല്ല ജിം ബോഡി ആയിട്ട്. ഇത് ഇവിടെ മാത്രല്ല, ഇവിടെ വരെ ഉണ്ട് മസിൽ. അതെ, ഇത് കണ്ടോ? മസിലല്ല, ടാറ്റു. വലിയൊരു ചെയിനും കാണുന്നുണ്ടല്ലോ, സ്വർണ്ണ ചെയിൻ. ലോലെന്ന് വിളിക്കുന്നത്. അതെ, ഇതാണ് ഡാനി ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലേ ഫ്രണ്ട്. ഫ്രണ്ട് അല്ല, ഞങ്ങളൊരു ഫാമിലി പോലെ. ആക്ച്വലി നമ്മളങ്ങനെ ഫ്രണ്ട് ആയിട്ടല്ല, നമ്മുടെ എല്ലാ കാര്യത്തിനും. ഞാൻ ഇപ്പൊ ഡാനി ഉള്ളതുകൊണ്ട് ചോദിക്കാം. ഇപ്പൊ ചാക്കോനെ സാറേ നിങ്ങൾ ഇപ്പൊ ഡാനി ഇനി ഫ്യൂച്ചറിൽ കെട്ടാൻ പോവാ, അപ്പൊ വരുന്ന ആ പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു വിളിക്കട്ടെ, ചാക്കോനെ കാണാൻ പോകണ്ട അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും സാർ? എന്ത് ചെയ്യും? ഞാൻ അത് ഓക്കെ പറയും. ആ കുട്ടിക്ക് കംഫോർട്ട് അല്ലാത്തത് കൊണ്ടല്ലേ, അതാ ഞാൻ ഓക്കെ പറയും. കല്യാണം കഴിക്കണ്ടെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കണ്ട. വരുന്ന ആലോചന അല്ലേ ഇവര് മുടക്കുന്നുണ്ട്. ഞാൻ എന്തായിരിക്കും അങ്ങനെ ഒരു ഫ്യൂച്ചറിൽ വന്നിട്ട് സാറയോടും ചാക്കയോടും മിണ്ടണ്ടെന്ന് പറഞ്ഞ മിണ്ടാതിരിക്കും? കേട്ടത്തില്ല. കണ്ടാ അപ്പൊ ഞാന് ഞങ്ങള് സമാധാനം പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവൻ ഇച്ചിരി സമാധാനമുള്ളവനാ. ആകെ സമാധാനം ഇല്ലാത്ത ഒരാളെ ഉള്ളൂ. ഇതിപ്പോ എന്നെ ട്രോളാനായിട്ട് വിളിച്ച പോലെ ഉണ്ടല്ലോ. ഒരാള് ചേരാത്ത ഇവർ രണ്ടും ഭയങ്കര ചേർച്ചയാ. കൊച്ചിലോട്ട് നമുക്കറിയാം രണ്ടുപേരും ഒരുമാതിരി കലവിലയാണ്. ഇവരുടെ രണ്ടുപേരുടെ കലവിലയില് ഇടയ്ക്ക് വിട്ട് എന്താണ് അവസ്ഥ? അല്ല, ഇവന് ബിസിനസ് ഉണ്ട്, എന്നാലും ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൂടെ എല്ലാത്തിനും ബിസിനസിന്റെ ഒരു ഡിപ്രഷന് തലവേദന മാറാൻ ഇവരുടെ ഒപ്പം വരും. ഞാൻ പറയും 2 ഇറക്കോളം പറയും. എനിക്ക് ഏറ്റവും തലവേദന സീരിയസ്ലി മ്യൂസിക് ഞാൻ ഓഫ് ചെയ്യും. കാരണം 3 പേരുടെ ഈ ഇവരുടെ സൗണ്ടും മ്യൂസിക്കും ഞങ്ങൾ തമ്മിൽ വഴക്കാകുമ്പോ അച്ഛനാണ് എവിടെന്നെങ്കിലും ഒരു പ്ലേറ്റ് ഫുഡ് എടുത്തിട്ട് എന്നെ മൂലക്ക് കൊണ്ടിരുന്നു, നീ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇവരെ പോയി പറഞ്ഞ് മനസ്സിലാക്കി എന്നോട് നീ മിണ്ടായിരിക്കും, അവിടെ നീ മിണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് വഴക്കാവുന്ന ഞങ്ങള് ഇങ്ങനെ ഇതാക്കി സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇവനെ അറിയാം നമുക്ക്, ഈ ക്യാരക്ടർ നമുക്കറിയാം. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും ഭയങ്കര അറിയാം. കഴിഞ്ഞ ദിവസം ഇവള് വന്നിട്ടാണെങ്കിൽ പോലും അത് പറയൂ. ഒരു മിനിറ്റ് അത് ഒന്ന് സൂം ചെയ്ത് എടുത്തോണേ, പറഞ്ഞോളൂ. അല്ലല്ല എന്റെ അതൊന്നും പറയുന്നില്ല. അല്ല, മമ്മി അറിയാതെ സുന്ദരിയാന്ന് പറയാം, അതാണ്. ഇവളാണെങ്കിലും എന്റെ വീട്ടിൽ വന്നാലും ഭയങ്കര തമാശ. അതിൽ എന്റെ അമ്മ ഇതുപോലെ ഭയങ്കര തമാശ ഇത് പറയുന്നത്. അവര് രണ്ടുപേരും ഭയങ്കര സിങ്ക് ആയിട്ട്. ഞാൻ നോക്കിയാൽ കിച്ചണിൽ നിന്ന് രണ്ടുപേരും കുക്ക് ചെയ്യുന്നു, ചപ്പാത്തി ഉണ്ടാക്കുന്നു എന്റെ വീട്ടിൽ ഇരുന്നിട്ട്. എന്നിട്ട് അമ്മയുമായിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇരുന്നിട്ട് യോ മോളെ കണ്ട സിനിമാ നടി പോലെ അവരങ്ങ് സൂചിച്ചു. പിന്നെ വീട്ടിലെ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താ സൂചിപ്പിച്ച് എന്തെല്ലാം പൊക്കി പറഞ്ഞു കൊടുത്താണ്ടല്ലോ. അമ്മയുടെ ആന്റി പോയി റെസ്റ്റ് എടുത്തു, ഞാൻ പണി എടുത്തോളാം. ഒറ്റ പറച്ചിൽ വീട്ടിലെ ഫുൾ പണി ചെയ്തോളൂ. 1 മണിക്കൂർ അവിടെ ഫുൾ കിച്ചണിലായിരുന്നു. അതുപോലെ നല്ല ഫുഡൊക്കെ കൊണ്ടുതരും കേട്ടോ, ഇഷ്ടം പോലെ ഫുഡ്. വീട് ഇവിടെ തന്നെ കൊച്ചിയാ? അപ്പൊ നിങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ സെറ്റിൽഡ് അല്ല? ഓ, അപ്പൊ പോയി വരാണ്, ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ 3 സാറിനെ പറ്റി എന്താണ് ഒരു നല്ലൊരു ക്വാളിറ്റി?
നല്ല ക്വാളിറ്റി ഉണ്ട്. ഫുഡ് ബാലൻസ് വരത്തില്ല, എല്ലാം തിന്നോളൂ. ഒന്നും കളയേണ്ട ആവശ്യം വരില്ല അല്ലെ? എല്ലാം തിന്നോളൂ. അതാണ് ഏറ്റവും. ചാക്കോടെയോ? നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇത് സഹിക്കുന്നുണ്ടല്ലോ, അതിന് വലിയൊരു ക്വാളിറ്റി. പിന്നല്ല ഇത് ഞാൻ വലിയൊരു ക്വാളിറ്റി അതില് ആയിട്ടാണ്. ഫണ്ണില്ല. ഞങ്ങൾക്ക് അത് വലിയ fun. ഇത് സഹിക്കുന്നത് ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു അവാർഡ് കൊടുക്കണം. അതെ, ബെസ്റ്റ് ഹസ്ബൻഡ് അല്ലേ? ഹസ്ബൻഡ് മാത്രമല്ല, ഇങ്ങനെ ഒരാളെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മാൻ ഓഫ് ദി ഇയർ അതെ, അതെ, അവാർഡ്. അതെ. പെണ്ണ് കിട്ടിയില്ലല്ലോ, നന്നായി. അപ്പൊ സാറാ, ഉം. ഡാനി, ചാക്കോ എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഹാപ്പിയാണ്. അതെ. അപ്പൊ അടിപൊളി ആവട്ടെ. എനിക്ക് Okay. തോന്നുന്നു ഇനി നിങ്ങളുടെ ലൈഫ് നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കാരണം ഇപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നു, ഒരു സെലിബ്രിറ്റി കപ്പിളായി മാറി. നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. ഇനി ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതെ. പ്രായങ്ങളല്ലേ, അതെ, അതെ. ഒരുപാട് അങ്ങ് ഉയരട്ടെ. നിങ്ങളും അടിപൊളിയാ കേട്ടോ, നിങ്ങളുടെ ക്രൂ എല്ലാരും. എനിക്ക് ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടാണ് ഇവിടെ. ഞാൻ ആദ്യം ചാച്ചന്റെ അടുത്ത് പറഞ്ഞു, ചാച്ച ഞാൻ ഇനി അവിടെ പോയിട്ട് ഇവര് ചെറുകുത്തിയിൽ ഇരിക്കണം എന്നുള്ള മൈൻഡ് ആയിരുന്നു. പക്ഷെ എല്ലാരും കേട്ടോ, ഇതിന്റെ എല്ലാ ക്രൂസ് എല്ലാരും അടിപൊളി. അപ്പൊ ഇനി നമ്മുടെ ഒപ്പം ചേരുക, നമ്മുടെ ഒപ്പം എല്ലാ പ്രോഗ്രാമിനൊക്കെ. ഓക്കെ, വിളിക്കാം. സാറേൻ ചാക്കോയാണ്, അതോടൊപ്പം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ഡാനി ഉണ്ട്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ തകർക്കും, നിങ്ങൾ അടിച്ചു പൊളിക്കും. ഓക്കെ, ഓക്കെ ഗൈസ്. ബൈ. കേടി